യേശുവല്ലോ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവേ, ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി അങ്ങനെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി പാർട്ട് 6. പിതാവ് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തെ കർത്താവേ, അനേക ആൾക്കാർക്ക് ദൈവത്തിന്റെ വിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും ചെല്ലും കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവെ, വചന വെളിപാട് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. സ്പിരിച്വൽ ഗിഫ്റ്റ് എൻലാർജ് ചെയ്ത് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവെ, എല്ലാ സാത്താനിക പ്രവർത്തനങ്ങളും അന്ധകാരിക പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് പ്രീച്ച് ചെയ്യുമ്പോൾ ഓൺലൈൻ വഴിയായിട്ട് കർത്താവ് എന്തെങ്കിലും നെറ്റ് കണക്ഷൻ വഴിയായിട്ട് എന്തെങ്കിലും അന്ധകാരിക പ്രവർത്തനങ്ങളുണ്ട്, സാത്താനിക പ്രവർത്തനങ്ങളുണ്ട്, യേശുവിന്റെ തിരത്തൊഴിച്ച് ഇപ്പൊ തന്നെ ആ പ്രവർത്തനങ്ങളെ റെബ്യൂക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയും യേശുവിന്റെ നാമത്തിൽ. എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ വചനത്തിന് വെളിപാട് ചെല്ലട്ടെ കർത്താവ്. അനേകം ആൾക്കാർ ഈ വചനം കേൾക്കുമ്പോൾ അപ്രസ്തപ്പെടുത്തി അത് പഠിച്ചു കഴിയുമ്പോൾ വലിയ ഉണർവ് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നത് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ തന്നതിനോട് തക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം തരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ, ദിസ് ബൈബിൾ സ്റ്റഡി ഓൾറെഡി ബി ഫിനിഷ്ഡ് പാർട്ട് 1, 2, 3, 4, 5. Praise the Lord. Hallelujah. And now today we are starting part 6. The same will be in Malayalam. Praise the Lord. Same will be preaching in English tomorrow. Praise the Lord. Hallelujah. The same part. So the people, those who are watching, you can also refer the Bible. Praise the Lord. Today I'm going to preach book of Acts chapter 4 verses 30 onwards. Praise the Lord. Hallelujah. And book of Acts chapter 5 and book of Acts chapter 5 also I'm preaching today. Praise the Lord. അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലെ 4-ാം അധ്യായത്തെ കുറിച്ചാണ്, പാർട്ട് 6. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഇതിൽ പറഞ്ഞാൽ അപ്പോസ്തലർ 3-ാം അധ്യായത്തിൽ ഒരു അത്ഭുതം ചെയ്തു. അത് മുഴുവനായ വ്യക്തി ഏറ്റു നടന്നു. പത്രോസും യോഹന്നാനും ശിഷ്യന്മാരും മൊത്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് പുരോഹിതന്മാരും ശാസ്ത്രിമാരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സുവിശേഷ വിരോധികൾ. നമ്മുടെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ശല്യം ചെയ്യുന്ന ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ അടുത്ത് നിന്നിട്ട് അവർ മറ്റുള്ളവരെ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ശല്യം ചെയ്യും. ഞാനൊക്കെ രക്ഷയോട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വചനം പറഞ്ഞ ഒറ്റ കാരണത്താല പല ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്തിറക്കി. സിനിമ കഥകളോ അതുപോലെ എന്തൊക്കെ ഈ ലോകത്തിന്റെ കഥകൾ പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. കർത്താവിന്റെ വചനം പറഞ്ഞ ഒറ്റ കാരണത്താൽ പല മിക്കവാറും ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കി. കാരണം വെച്ചാൽ അവരുടെ നിയമപ്രകാരം അച്ഛന്മാർക്ക് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസില്ല, ബാക്കിയുള്ളവർക്ക് വചനം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശിശുമാരുടെ കാര്യത്തിൽ ആദ്യ നൂറ്റാണ്ടിലേക്ക് എന്ന് വെച്ചാൽ ഈ പുരോഹിത വർഗങ്ങൾ. അപ്പൊ നമ്മൾ പ്രധാനം നോക്കണമേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരോഹിതന്മാര്, ഇപ്പൊ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്ത 1-2 കാര്യം പറഞ്ഞാൽ ഈ പുരോഹിതന്മാരാണ് പുരോഹിത ഹൈസ് പ്രീസ്റ്റ് ശാസ്ത്രിമാരും ഒക്കെയാണ്, ഫരീസീസും ശാസ്ത്രിമാരും കൂടിയാണ് യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്തതും ക്രൂശിൽ തരിച്ചതും ജൂയിഷ് ആൾക്കാർ മൊത്തമാണ്. അപ്പം തുടർമാനമായിട്ട് ഈ പുരോഹിതന്മാരും എല്ലാവരോടും കൂടിയാണ് അത്ഭുതം ചെയ്യുമ്പോൾ അപ്പോസ്തല 3-ാം അധ്യായത്തെ അത്ഭുതം ചെയ്ത് പത്രോസിനെയും യോഹന്നാനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന 4-ാം അധ്യായത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്കറിയാം. ഇന്ന് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്നാണ് വന്നത്. കത്തോലിക്ക സഭയിൽ ഞാൻ ഉൾപ്പെട്ട ആ കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടിരുന്ന ഇപ്പം ഞാൻ അവിടെ ഒന്നല്ല, അവിടെ നിന്നൊക്കെ പുറത്തിയാടി അവിടെയൊക്കെ ഒരു വിധത്തിൽ ഊരാ കുടിക്കുന്ന പുറത്തിയാടി. പ്രൈസിലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് കാണുന്ന പുരോഹിതന്മാരല്ലാതെ ദൈവത്തിന്റെ അഭിഷിക്തരല്ലാതെ, കാരണം ഈ കത്തോലിക്ക സഭയിലേക്ക് ഉള്ളത് അവർക്ക് കുറ്റം പറയുമല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുരോഹിതന്മാര് ബൈബിൾ പ്രകാരം അത് ലേവ്യ ഗണത്തിൽപ്പെട്ടതാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. അപ്പൊ ചിലവർ അയക്കപ്പോ അങ്ങനെയല്ല, ലേവ്യ ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ മാത്രമാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാർ, അല്ലാത്ത ആരും പുരോഹിതന്മാരല്ല. പഴയ നിയമത്തില്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഗണം കർത്താവ് കൊടുത്തിട്ടില്ല. മറിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കത്തോലിക്ക സഭ എന്നൊരു സഭ കർത്താവ് കൊടുത്തിട്ടില്ല. മറിച്ച് യേശുക്രിസ്തുവിന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നമ്മളെല്ലാവരുമാണ് രാജകീയ പുരോഹിതമാണ്, പുരോഹിത വംശമാണ് നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എല്ലാവരും. അതാണ്, ഒരു പ്രത്യേക ഉടുപ്പിട്ട് നടക്കുന്നവരല്ല. അതാ ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുരോഹിതന്മാരാണ് അപ്പോസ്തലൻ പത്രോസിനെയും അതുപോലെ യോഹന്നാനെയും എല്ലാം
ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കലെന്ന് അവർ തർജ്ജനം ചെയ്തു. അപ്പൊ നമ്മൾ 4-ാം വാക്യം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 29 ഇത് നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തർജ്ജനം ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്രോസ് യോഹന്നാന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ ശക്തിക്കും അഭിഷേകത്തിനും വേണ്ടി ഒന്നും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമ്പോൾ. ഇപ്പോൾ ആക്ട് ചാപ്റ്റർ 4 വേഴ്സസ് 28 ഓൺവേഴ്സ്, ഓക്കെ, 28-ാം വാക്യം നമ്മൾ വായിക്കുന്ന അറിയാം. ഇപ്പോൾ 29 നമുക്ക് ഇപ്പോഴേ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യം എടുത്ത് സംഭവിച്ച കാര്യങ്ങളും അവർ മറ്റുള്ളവരെ പുരോഹിതന്മാരെ എടുത്ത് നേറ്റ നിന്ദകളും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തെ പ്രതി അവർ സഹിച്ച നിന്ദകളെല്ലാം ഓരോന്നോരോന്നായിട്ട് കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു. സമൂഹത്തിന്റെ മുമ്പിൽ പോയല്ല പറഞ്ഞത്, കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 31 അപ്പോസ്തലപ്രവൃത്തി 4-31 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഒരു ഷെയ്ക്കിങ് കൂടെ വന്നോ, പ്രൈസോ ഒന്നും കൂടെ ഒരു കുലുങ്ങി അവിടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം 1 തുടങ്ങി വായിക്കണം. ബുക്ക് when you read book of Acts chapter 2 verses 1 onwards, all the disciples, 120 disciples, when the time of prayer, our God gave this mighty anointing of the Holy Spirit to each one of them. All the 120 people could able to receive the power and anointing of the Holy Spirit. അതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം നമുക്കറിയാം കിട്ടിയ അഭിഷേകത്തിന്റെ അതേപോലത്തെ ഒരു അഭിഷേകം ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയ്ക്കും അവർ പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാര് പ്രോസിക്യൂഷൻ ഇടയ്ക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4-31 വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവവചനം ധൈര്യത്തോടുകൂടി പ്രസംഗിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. തോമസ് മാത്യു, ക്ലെയർ, ബെക്സി ആൻഡ് Pastor Rajamani, Minyo Reggie, John Pirian, God bless you. Okay, please share this gospel message. Okay, it's a continuous Bible study. Okay, in English and Malayalam. So I'm looking for translator, English translator, so that when I'm getting the translator, then I don't want to waste one more day. Praise the Lord, hallelujah. So somebody can translate to English too. Praise the Lord. So otherwise, that one. Today I'm preaching Malayalam, and another day I have to preach in English. Praise the Lord. Tomorrow we'll be preaching English. The same part, same session. Praise the Lord, hallelujah. So അതാണ് ഇന്ന് വായിക്കുന്നത് വെച്ചാൽ, ഇത് പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ഒരാൾ പോലും ഇല്ലാതെ. അതാണ് പക്ഷെ കർത്താവിന്റെ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴല്ല കർത്താവിന്റെ ശക്തി വരുന്നത്. കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ ദൈവവചനം വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ദൈവവചനത്തെ പ്രതി നമ്മൾ ഒരു പീഡ സഹിക്കുമ്പോൾ, ബുദ്ധിമുട്ട് സഹിക്കുമ്പോൾ, മറ്റുള്ളവരെ ഇടയ്ക്കുന്ന നിന്ദകൾ സഹിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങി. എൻ്റെ വീട്ടിലുള്ളവര് പ്രൈസ് ദി ലോർഡ് പ്രശ്നമാണെന്ന് വേണ്ടി ഇത്രയും നാളും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു, അവർ വിളിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്. ശക്തിയുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ശക്തിയുണ്ടെന്ന് പറഞ്ഞു. പലവരും മറ്റുള്ളവർ പറഞ്ഞ് കേട്ടെന്നാ പറഞ്ഞു. അത് പ്രാർത്ഥന ശക്തിയുണ്ട്, ശരിയാണ്. ഞാൻ പറഞ്ഞു വളരെ കറക്റ്റാന്ന് പറഞ്ഞത്. കാരണം പ്രാർത്ഥന ശക്തിയുണ്ട്. പ്രയത്തിലോട് അവർ ഇന്ന കാര്യം പ്രത്യേക കാര്യത്തിലൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ രക്ഷയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാക്കാൻ വീട്ടിൽ ബാക്ക് ഹോമിൽ നിന്ന് കേൾക്കുന്നത്. പ്രയത്തിലോട് ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് പറയുന്നത്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റത്തില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും, പ്രാർത്ഥിക്കും. പക്ഷേ പ്രൊട്ടക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കരം വരും. അന്ധകാരശക്തിയെ കർത്താവ് റിബ്യൂക്ക് ചെയ്യും. പ്രൈസ് ലോർഡ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നമുക്ക് ഏത് സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതിന് വേണ്ടി ചിലപ്പോൾ വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരും, ചിലപ്പോൾ പറ്റില്ല. അപ്പൊ അവരുടെ ഭാഗത്ത് അവർ ക്ലിയർ ചെയ്യണം, അവർ രക്ഷയിലേക്ക് വരണം, സ്നാനപ്പെടണം. അല്ലെന്നുണ്ടെങ്കിൽ പിശാചിന് അവകാശം കിട്ടും. പ്രൈസ് ലോർഡ്. വീണ്ടും അവരുടെ ജീവിതം തകരാൻ ഇടവരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കേൾക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട് മുഴു സ്നാനം എടുക്കുക തന്നെ വേണം. ദിസ് ഈസ് എ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. യേശു ക്രിസ്തുവിന്റെ കമാൻഡ്മെന്റ് ആണുള്ളത്. അതാണ് പറഞ്ഞത്. അതൊരു എക്സ്ക്യൂസ് ഇല്ല പറയുമ്പോൾ. പഴയ നിയമത്തിൽ പരിച്ഛേദനം, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിക്കണം നമ്മള്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുഴു സ്നാനം എടുക്കണം, മുഴുവനായിട്ട് തന്നെ സ്നാനപ്പെടണം. ബിംബാരാധന വിട്ടുമാറി ആത്മാവിലും സത്യത്തിലും തന്നെ കർത്താവിനെ ആരാധിക്കണം എന്ന് ബൈബിൾ പറയുന്നു. അതേപോലെ തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്കാണ് കർത്താവിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതും ഈ ബൈബിളിൽ പറയുന്ന നമുക്കറിയാം ഈ വാക്തത്വങ്ങൾ മൊത്തം അവരിലേക്ക് വരുന്നതും നമ്മൾ രക്ഷിക്കപ്പെട്ട് മുഴുവൻ സ്നാനപ്പെടുത്തുന്ന
ആൾക്കാരിലേക്ക് വരുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പൊ നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയില് നമുക്കറിയാം ശിഷ്യന്മാർക്ക് മൊത്തം പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. അവർക്ക് ഓൾറെഡി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില്. പിന്നീട് പ്രോസിക്യൂഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രാർത്ഥിച്ചു. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ ശക്തി നമുക്ക് കിട്ടുന്നത് വലിയ പീഡകളുടെ സമയത്താണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാണ്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ശക്തിയും അഭിഷേകവും വീണ്ടും നമ്മളിലേക്ക് വരും. വീണ്ടും ഒരു ചൈതന്യം നമ്മളിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. തുടർമായിട്ട് അപ്പോസ്തലപ്രവൃത്തിയിലെ റെഫറൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ സ്തെഫാനോസിന്റെ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി വീണ്ടും അവർ പ്രാർത്ഥിച്ചു. സഭ ചെതറി പല സ്ഥലങ്ങളിൽ പോയി. അത് വരുന്ന ചാപ്റ്ററുകൾ നമ്മൾ കണ്ടിന്യൂ. വളരെ രസകരമായ ചാപ്റ്ററാണ്. വളരെ അനോയിന്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇനി വരാനാണ് പോകുന്നത്. ആരും മിസ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തിയുടെ പ്രവർത്തികള് ഞാൻ ശിഷ്യന്മാരെ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു കർത്താവിനോട്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 31-ാം വാക്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. വീണ്ടും ഒരു ശക്തി കിട്ടി. ഈ പ്രോസിക്യൂഷൻ നടുവിൽ വീണ്ടും ഒരു ചൈതന്യം കിട്ടി. വരുന്നോർത്ത് വെച്ച് കാണാം, ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ട്. ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്ക് പ്രതികൂലം ആർ? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതാണ് പിന്നെ കർത്താവാണ് എൻ്റെ സഹായകൻ. അങ്ങനെ ശിഷ്യന്മാർക്ക് ദൈവവചനത്താൽ നല്ലൊരു ബോധ്യവും നല്ല ഉറപ്പും ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് കൂടെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി എത്രയും പേര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 32 32-ാം വാക്യം പറയുന്നത്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. വിശ്വസിച്ച എല്ലാവരും ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ചിന്തിച്ചു. എൻ്റെ വരുമാനം, എൻ്റെ സ്വത്ത്, എൻ്റെ ബാങ്ക് ബാലൻസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, എനിക്കുള്ള സർവ്വവും, എൻ്റെ കയ്യിലുള്ള പൈസകളും എല്ലാം, പ്രൈസ് ദി ലോർഡ്. അതുപോലെ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം, ഭക്ഷ്യ സാധനങ്ങൾ മൊത്തം, ഇതെല്ലാം ദൈവം തന്നതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ആണെന്നുള്ള വലിയ ബോധ്യം അവരിലേക്ക് വന്നു. ബൈബിള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിള് പറയുന്നത് കഴിഞ്ഞാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്നും ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നിരുന്നു. എല്ലാവർക്കും കോമൺ ആയിരുന്നു. ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ അവരൊരു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിച്ച ആരുമില്ലായിരുന്നു. അതാണ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ച ആരുമില്ലായിരുന്നു. അവർക്കുള്ളത് എടുത്തിട്ട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ സന്തോഷമുണ്ട്. ഇന്ന് ബാങ്ക് ബാലൻസ് അല്ല പ്രിയമുള്ളവരെ. അപ്പം ഞാൻ പറഞ്ഞ നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ നമുക്കറിയാം എത്രമാത്രം ബാങ്ക് ബാലൻസ് ഉള്ള ആൾക്കാരാണ്, എത്രമാത്രം റിയൽ എസ്റ്റേറ്റ് ചെയ്ത ആൾക്കാർ ബാങ്ക് ബാലൻസ് ചെയ്താൽ ഒന്ന് ശ്വസിക്കുക ഒരു ശ്വാസത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ബുദ്ധിമുട്ടി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒന്ന് ശ്വസിക്കാനുള്ള ശ്വാസത്തിന് വേണ്ടി കിട്ടാതെ ബുദ്ധിമുട്ടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ. അപ്പം നമുക്ക് ചിന്തിക്കാന്ന് കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് ബാലൻസ് എല്ലാം എപ്പോഴും അവിടെ കിടക്കുകയാണ്. ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പൈസ വേണം. പക്ഷെ നമ്മൾ തട്ടിച്ചും വെട്ടിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും വെട്ടിപ്പിടിച്ചും അതൊന്നും നമ്മളെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുന്നതിന് തുല്യമാണ്. തുടർന്നായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇത് പറഞ്ഞാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായി തീർന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 31-33 വാക്യം, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. പ്രോസിക്യൂഷൻ നടന്നു. അതിന് മുമ്പത്തെ വാക്യങ്ങളിൽ പറയുന്നു, ഈ നാമത്തിൽ നാമം ഇനി വായിലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യലെന്ന് തർജ്ജനം ചെയ്തു. പത്രോസ് പറഞ്ഞു വെച്ചാൽ, ഞാൻ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ പേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടും കേട്ടും ഇരിക്കുന്നത് ഈ സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യണം എന്ന് പത്രോസ് പറഞ്ഞു. ആ സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് സഹിച്ച അപമാനം ഓർത്ത് അവർ ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവ് വീണ്ടും ശക്തിയും അഭിഷേകവും ശിഷ്യന്മാർക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയുകയാണ്, ആ സഭ മൊത്തം വളർന്നു. ബൈബിൾ പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 4:34 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 34 ഇതിൽ പറയുന്നത്, മുട്ടുള്ളവർ ആരും സഭയിൽ അവരിൽ ഉണ്ടായിരുന്നില്ല. നിരങ്ങളുടെയോ വീടുകളിലെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ ആവശ്യം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് എൻ്റേത്, നിൻ്റേത്, ഈ 10 സെന്റ് സ്ഥലം എൻ്റേത്, 1 സെന്റ് സ്ഥലം എൻ്റേത്, ഈ വീട് എൻ്റേത്, ഈ വഴി എൻ്റേതൊന്നും ആരും പറയാനായിട്ട് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80. പ്രൈസ് ദി ലോർഡ്. അപ്പം ജോസഫിന് 110 വയസ്സ് കൊടുത്തു, യാക്കോബിന് 137. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ നമുക്ക് മോശയ്ക്ക് 80 കൂട്ടത്തിൽ 40 കൂട്ടി ഒരു 120 വർഷം കർത്താവ് കൊടുത്തു. അപ്പൊ 80 വയസ്സ് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവ് ദീർഘായുസ് തരും. അത് ബൈബിൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും ദൈവമക്കൾക്ക് ചിലപ്പോൾ കർത്താവ് നിയമങ്ങൾ മാറ്റും. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാല് അപ്പം അപ്പൊ കർത്താവ് പഴയ പുതിയ നിയമത്തെ നമുക്കറിയാം. അപ്പോസ്തലന്മാരുടെ കാലത്ത് പൊതുവായിട്ടൊന്നും ഇല്ലായിരുന്നു. ബാങ്ക് ബാലൻസ് വെച്ചാൽ എല്ലാവരും അപ്പോസ്തലന്മാരുടെ കൈ കൊണ്ട് കൊടുക്കും. സഭയിലെ പാസ്റ്ററുടെ അടുത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു. പ്രൈസിലോ അപ്പോസ്തലൻ സഭയുടെ പാസ്റ്റർ ഇടയിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു. അവളുള്ള എല്ലാവർക്കും വീതിച്ച് കൊടുക്കും. ഇന്ന് അതാണ്. ഇന്ന് ഇങ്ങനെയൊരു സഭയാണ് പ്രിയമുള്ളവരെല്ലാവരും നോക്കുന്നത്. നമ്മുടെ സഭയിൽ എത്ര പേര് വരുന്നുണ്ട്. പ്രൈസിലോ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. പലരും വണ്ടിക്ക് വരുന്നുണ്ട്. പ്രൈസ് നിങ്ങൾ ആ പെട്രോൾ അടിക്കുന്ന ഒരു ദിവസം നിങ്ങൾ ബെൻസിൽ വന്നു കഴിഞ്ഞാൽ ആ പെട്രോൾ അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വരുന്ന സഭയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിനായി കൊടുക്കാനായിട്ട് പറ്റും. പ്രൈസിലോട് ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും സഹായിക്കാനായിട്ട് പറ്റും. പ്രൈസിലോട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മള് വിശുദ്ധാത്മാവ് നോക്കുന്നത് നമ്മളെ എത്ര കൊടുത്തു എന്നല്ല വിശുദ്ധാത്മാവ് നോക്കുന്നത്. നമ്മൾ എത്ര ചെറുതായിട്ട് മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വലിയ സഹായിച്ച എമൗണ്ട് അല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ കർത്താവ് നോക്കുന്നത്, ആഗ്രഹത്തെ നോക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലന്മാർ, അതാണ് പൗലോസ് പറഞ്ഞാല് മുട്ടുള്ളവർ അവര് ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെയോ നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വലിയ വില കൊണ്ടുവന്നു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. അപ്പം പ്രൈസ് ലോർഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യേണ്ട ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ വചനം അറിയാനായിട്ട് പറ്റും. പ്രൈസ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. 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 ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഇത് പറഞ്ഞാല് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വികാരിച്ചു കൊടുക്കും. അതാണ് അപ്പോസ്തലന്മാർ 4:36 വാക്യം പറയുന്നത്. പ്രധാന പുത്രൻ എന്ന് പേരുള്ള ബർണബാസ് എന്ന പ്രബോധന പുത്രൻ എന്ന് പേരുള്ള എന്നർത്ഥമുള്ള ബർണബാസ്. പ്രധാന ആരും തെറ്റിദ്ധരിക്കരുത്. ഈ വീഡിയോ കട്ടിയിട്ടാരും മോശമായിട്ട് വയ്ക്കുന്നത്. അയാൾ തിരുത്തി പറഞ്ഞു. പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലൻ എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച് കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. ഇതിന് ഓരോ പേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനങ്ങളൊക്കെ വലുതായിരിക്കാം. പ്രൈസിലോ സമൂഹത്തിൽ അവർക്കുണ്ടായ സ്ഥാനങ്ങളും അവരുടെ പൊസിഷനെല്ലാം വലുതായിരിക്കാം. പ്രൈസിലോട് ഹല്ലേലൂയ. അങ്ങനെ കൊടുത്തു. അപ്പൊ അപ്പം നമുക്ക് തുടർന്ന് പറയാം. നമുക്ക് 4-ാം അധ്യായത്തിൽ വായിച്ചെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ നടക്കുന്നു. അവേദനയോടുകൂടി ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരവും ശക്തി അവരിലേക്ക് വരുന്നു. പ്രൈസിലോട് ശക്തമായിട്ട് വീണ്ടും വചനം പ്രസംഗിക്കുന്നു. ശിഷ്യന്മാരിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ വസ്തുവകകൾ സ്വന്തമായിട്ട് കരുതി. പ്രൈസിലോട് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേലും നമുക്കറിയാം 40 വർഷക്കാലം മരുഭൂമിയിൽ നമുക്ക് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ 40 വർഷക്കാലം മരുഭൂമിയിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊന്നും ഒന്നുമില്ലായിരുന്നു. അവർ സ്വന്തം ദൈവമായിരുന്നു. പ്രൈസിലോട് ഹല്ലേലൂയ. സ്വർഗീയ മന്ന കർത്താവ് കൊടുത്തു. അതെല്ലാവർക്കും കൊടുത്തു. ഒരാൾ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിവാഹിച്ചു കൊടുത്തു. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. പ്രൈസിലോട് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്ക് മീറ്റ് കൊടുത്തു. കാരണം അവർക്ക് വെള്ളം കൊടുത്തു. അവർക്ക് ബാങ്ക് ബാലൻസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കർത്താവായിരുന്നു അവരുടെ സമ്പത്ത്. പ്രൈസിലോട് ഹല്ലേലൂയ. കർത്താവോട് പൊതുവായിട്ട് അപ്പൊ അവരുടെ സ്വത്തുകൾ മൊത്തം പറഞ്ഞാല് അവർക്ക് ഭക്ഷണവും കഴിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം കർത്താവ് തന്നെയാണ് കൊടുത്തത്. പ്രൈസിലോട് ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യമ നൂറ്റാണ്ടില് നമുക്കറിയാം കർത്താവിന്റെ സുവിശേഷം കേട്ട എല്ലാവരും ഈ ദൈവത്തിന്റെ സത്യസുവിശേഷം ആനന്ദിച്ചു. പ്രൈസിലോട് ഹല്ലേലൂയ. ദൈവിക സന്തോഷം എന്ന് പറഞ്ഞാൽ സ്വർഗീയ സന്തോഷം അറിയുള്ളൂ. അത് കിട്ടത്തില്ല നമുക്കൊരിക്കലും. എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് സ്വർഗീയ സന്തോഷം നമുക്ക് കിട്ടത്തില്ല. അത് ആത്മാവി പ്രാർത്ഥിക്കണം. ഞാനൊക്കെ ആത്മാവി പ്രാർത്ഥിക്കും. ഞാനൊക്കെ രക്ഷയോട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പ്രൈസിലോട് ഹല്ലേലൂയ. അതേപോലെ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. രക്ഷയോട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് അതേപോലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഏത് സമയവും എനിക്കെതിരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്ഥിരം എല്ലാ വർഷങ്ങളും എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത് കൂടത്തുള്ളൂ. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. വർഷങ്ങൾ എന്നെ തകർക്കാൻ മന്ത്രവാദവും കൂടത്തോളം ചെയ്തു.
അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് മന്ത്രവാദമായിരുന്നു, കൂടോത്രമായിരുന്നു. പറയുന്നല്ലോ. അത് കഴിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ച് ഈ അന്ധകാര ശക്തികളെയും സാത്താന്യ കോട്ടകളെ മൊത്തം അടിച്ച് തകർത്ത് യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ തിരത്തൊഴിച്ചും അത് നിർവീര്യമാക്കി തകർത്ത് പ്രൈസിലോട്. ഇപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനേകം ആൾക്കാർ നമുക്കറിയാം, നിങ്ങളുടെ മൈൻഡ് ബ്ലൈൻഡ് സ്പിരിറ്റ് നിങ്ങളുടെ നിങ്ങൾ കേൾക്കുന്ന ആരുടെയോ മൈൻഡിനെ ബ്ലൈൻഡ് ചെയ്യുന്നു. കാരണം ഉറക്കം വരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഉറക്കം വരും. വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു, തലവേദന പോലെ ഇവിടെ തോന്നുന്നു. പക്ഷേ തലവേദനയല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു, പിതാവെ നന്ദിയോട് തോന്നിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൈൻഡ് ബ്ലൈൻഡ് സ്പിരിറ്റ്, കർത്താവെ, വചനം വായിക്കുമ്പോൾ ഉറക്കം കൊണ്ടുവരുന്ന സ്പിരിറ്റ്, വചനം കേൾക്കുമ്പോൾ ഉറക്കം കൊണ്ടുവരുന്ന സ്പിരിറ്റ്, കർത്താവെ, ദേഷ്യ മനോഭാവം കൊണ്ടുവരുന്ന സ്പിരിറ്റുകൾ യേശുവിൻ്റെ തിരത്തൊഴിച്ച് കർത്താവ്യം തലവേദന ഉണ്ടാകുന്ന സ്പിരിറ്റുകൾ യേശുവിൻ്റെ തിരത്തൊഴിച്ച് ഒരാളെ കൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ട്, നിങ്ങളുടെ ശത്രുക്കളെ കൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിപ്പിച്ച് നിങ്ങളുടെ തല പൊട്ടിപ്പിക്കുന്ന ഒരവസ്ഥ. ഇത് കണക്കിൽ അന്താരാഷ്ട്രീയ പ്രവർത്തനമാണ്. പ്രൈസിലോട് ഹല്ലേലൂയ. യേശുവിൻ്റെ തിരത്തൊഴിക്കുന്ന കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്പിരിറ്റിനെ, ഈ ഡേമിനെ യേശുവിൻ്റെ തിരത്തൊഴിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചേഞ്ച് ചെയ്ത് ബന്ധിച്ച് പുറത്താക്കുന്ന നെയിം ഓഫ് ജീസസ്. ഷന്തന്തം മലതി തകന ഷന്തല്ലക്ക ലതി തകന ഈരമ്പല്ലക്ക രതി. I declare the victory right now. I declare the breakthrough right now. I declare the breakthrough right now. നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. നമ്മൾ ആത്മയം പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ഈ അന്തകാഴ്ച പ്രവർത്തനങ്ങൾ മൊത്തം മാറുകയാണ്. നമ്മുടെ പ്രവർത്തനം നമ്മുടെ ആ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുമാറുകയാണ് ചെയ്യുന്നത്. പ്രൈസിലോട് ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം അതിൽ 5-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരെല്ലാം നമുക്കറിയാം അവിടെ സഭ മൊത്തം വലിയ സന്തോഷമായി. പ്രൈസിലോട്. കർത്താവിൻ്റെ വചനം കേട്ടു, അത്ഭുതങ്ങളും അടയാളങ്ങളും മൊത്തം നടക്കുന്നു. ഈ ദൈവം ജീവിക്കുന്ന ദൈവം, വീണ്ടും ഈ ദൈവം യേശുക്രിസ്തു മരിച്ചു ഉയർന്നേറ്റു വീണ്ടും ജീവിക്കുന്നതെന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടായി. എല്ലാവർക്കും ആഹ്ലാദമുണ്ട്. ശിഷ്യന്മാർക്ക് മൊത്തം ഇനി ഞാൻ ഒറ്റയല്ല, ഈ ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള ചിന്ത വന്നു. ഞാൻ ഒറ്റയല്ല പോകുന്നത്. ശത്രുക്കൾ എനിക്കിത് വന്നു കഴിഞ്ഞാൽ അവർ ഒരു വഴിയായിട്ട് വീഴും, അവർ 100 വഴിയായിട്ട് 7 വഴിയായിട്ട് 100 വഴിയായിട്ട് ഓടും. കാരണം സംഗീത പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവ എഴുന്നേൽക്കുന്നു, എൻ്റെ ശത്രുക്കൾ ചെതറുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ ശിഷ്യന്മാർക്ക് വലിയ കോൺഫിഡൻസ് വന്നു. ശിഷ്യന്മാർക്ക് വലിയ സന്തോഷം വന്നു. കാരണം വെച്ചാൽ യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ഇത് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 5:1 1-ാം വാക്യം പറഞ്ഞാൽ, എന്നാൽ അനനിയാസ് പ്രൈസിലോട് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടി കുറേ നിലം വിറ്റു. പേരെടുത്ത് പറയാം, പരിശുദ്ധാന്മാർക്ക് തട്ടിപ്പ് കാണിക്കാൻ പറ്റത്തില്ല, സുവിശേഷ വേളയെ തട്ടിപ്പ് കാണിക്കാൻ പറ്റത്തില്ല. പറയുന്നത് തട്ടിപ്പ് കാണിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്നത്തെ അധികം കുറേ ചർച്ചകൾ കറക്റ്റഡ് ആണ്. പ്രിയമുള്ളവർ, നമുക്കറിയാം കർത്താവിൻ്റെ വേല പ്രസംഗിക്കുന്നവരെ നമ്മളിത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞാൽ പ്രാർത്ഥന ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിവേചിക്കണം. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന് ആത്മാവ് വിജയിക്കണം. ഇത് ശരിയാണോ തെറ്റാണെന്ന് വിവേചിക്കണം. ചിലപ്പോൾ അത് വലിയ അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങളൊക്കെ കാണിക്കും, പ്രവചിക്കും. പ്രൈസിലോട് ഹല്ലേലൂയ. അപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ നമ്മൾ ഒത്തു നോക്കണം, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. പ്രൈസിലോട് ഹല്ലേലൂയ. ബൈബിൾ വായിച്ച് നമ്മൾ ഒത്തോട് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ദൈവമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൽ വെളിപ്പെടുത്തി തരാനായിട്ട്. അപ്പോൾ ഈ വ്യാജ പ്രവാചകന്മാരുടെ കോട്ടകളൊക്കെ നമുക്ക് താർക്കാനായിട്ട് പറ്റും. പറയുമ്പോൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം ബൈബിളിനകത്ത് പറയുന്നത് പറഞ്ഞാൽ ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നതെന്ന് വെച്ചാൽ, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 5:1 ഇതിൽ പറഞ്ഞാൽ, എന്നാൽ അനനിയാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സഫീറയോട് കൂടെ നിലം വിട്ടു. എല്ലാവരും വിട്ടു, എന്നാൽ അദ്ദേഹം വഴി എന്നാൽ ഇനിയും പറ്റേക്കാം. ഒരു വിശ്വാസിയാണ് കേട്ടോ, നിങ്ങൾ ഓർക്കണം. അനന്യാസും വിശ്വാസിയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ സഫീറയും വിശ്വാസിയാണ്, യേശുക്രിസ്തുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. അവരാരും പറഞ്ഞു, എല്ലാവരും അപ്പോസ്തലന്മാർ ഇങ്ങനെ ഡിമാൻഡൊന്നും വെച്ചില്ല സ്ഥലം വെക്കണമെന്ന്. കർത്താവിന്റെ ആ കൃപ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവർ നിലം വെച്ചു. തുടർന്നാണ് പറയുന്നത്, എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വെച്ചു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്ത് വെച്ചു ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. തട്ടിപ്പ് കാണിക്കുന്ന തട്ടിപ്പ് കേസിനെ കർത്താവ് പിടിക്കും. അത് അന്ന് ഇന്നോ കുറച്ച് നാളൊക്കെ തട്ടിപ്പ് ചെയ്ത് നമുക്ക് പിടിച്ചുണയ്ക്കാം. പക്ഷെ ദൈവത്തിന്റെ വിശുദ്ധാത്മാവിന് മുമ്പിൽ തട്ടിപ്പ് നടക്കത്തില്ല. പറയും തട്ടിപ്പ് ചെയ്ത് സുവിശേഷം ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്കറിയാം തട്ടിപ്പ് ചെയ്ത് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ല, തട്ടിപ്പ് ചെയ്ത് പ്രവചിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഒരു നാൾ വീരും കുറച്ച് നാൾ വീരിക്കാൻ പറ്റും. നമ്മുടെ ആ വേരോടെ കർത്താവ് എടുത്ത് കളയും. പറയുമ്പോൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞേ, അപ്പം അനന്യാസും സഫീറയും ഇതിനകത്ത് വേരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പത്രോസ് മുമ്പേ വരികയാണ്. കളത്തരം വന്നിട്ട് പത്രോസിന് മുമ്പേ വരുവാണ്, അനന്യാസ് വരുവാണ്. അപ്പം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞ, അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ പേരിൽ കുറെ എടുത്തു വെപ്പാനും
സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്താ? എങ്ങനെ പത്രോസ് ഇന്ന് മനസ്സിലായി അനന്യാസ് കള്ളത്തരം കാണിച്ചു വന്ന്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവനുള്ള പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അബ പിതാവേ എന്ന് വിളിക്കുന്ന ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവത്തിലുള്ളത് മൊത്തം എടുത്ത് നമുക്ക് കാണിച്ചു തരും, നമുക്ക് വെളിപ്പെടുത്തി തരും. വരുവാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ ആ സത്യ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹീസ് എ ട്രൂ സ്പിരിറ്റ്, ട്രൂ ഗോഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമുക്ക് സ്നേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വഴിയായിട്ട് നമുക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5:3 പറഞ്ഞ്, അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? പ്രൈസ് ലോർഡ്. മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചിരിക്കുന്നത്. അതാണ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. തട്ടിപ്പ് കാണിക്കുന്ന പത്രോസിനോടല്ല, മറിച്ച് ദൈവത്തോടെ കാണിക്കുന്നത്. നിങ്ങൾ കർത്താവിന് വേല ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെയല്ല കാണിക്കുന്നത്, മറിച്ച് എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത്. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഒരാൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നമ്മൾ സുവിശേഷ വേല നിൽക്കുമ്പോൾ നമ്മൾ ഒരാൾക്കെതിരെ അന്യായമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് തുല്യ പറയുമ്പോൾ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വേഴ് പറഞ്ഞ്, ഈ വാക്ക് കേട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. പെട്ടെന്ന് തന്നെ, 2-ാം ദിവസമല്ല. പരിശുദ്ധാത്മാ ചില കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. തട്ടിപ്പുകാരൊക്കെ പൊളിച്ചടക്കും, പ്രവാചകന്മാരൊക്കെ പൊളിച്ചടക്കുന്ന കാലം വരുന്നു. കാരണം ബൈബിള് സത്യമാണ് പ്രിയമുള്ളവരെ. കുറെ നാൾ നമുക്കറിയാം ഈ തട്ടിപ്പ് വെച്ചിട്ട് നടക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ വചനം വെച്ചിട്ടുണ്ട്. സത്യസുവിശേഷം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തരും. പ്രൈസ് ലോർഡ്. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. കാരണം ഈ ദൈവത്തെ പേടിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീതി ചെയ്യുന്നവർക്കെതിരെ കർത്താവ് വാളെടുക്കും. ദൈവസഭയ്ക്കെതിരെ സഭയെ നശിപ്പിക്കുന്നവരെ കർത്താവിന്റെ സഭയല്ല അവർ നശിപ്പിക്കുന്നത്, മറിച്ച് ആ ദൈവദാസനെ അല്ല നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ നശിപ്പിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 5:6 പറയുന്നത്. ബാലിക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പം നമുക്കറിയാം അനന്യാസ് കള്ളത്തരം പറഞ്ഞു, പത്രോസിന് അഭിഷിക്തന്മാരുടെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മളെ ഒരിക്കലും നമ്മളെ പാസ്റ്റേഴ്സിനോട് നമ്മൾ ചർച്ചയിൽ പോയിട്ട്, ഇന്ന് എനിക്ക് വരാൻ നിവൃത്തിയില്ലായിരുന്നു, അങ്ങനെ നുണ പറയാൻ പോവല്ലോ. സഭാരാധന നമ്മളെ മുടക്കി കേട്ട് നമ്മൾ നുണ പറയുമോ, എങ്ങനെയാന്ന് അവിടേക്ക് പോകും. 100 സഭകൾ. എന്നോട് കുറച്ച് ഒരു പാസ്റ്റ് ചോദിച്ചു, ഞാൻ സഭകളിൽ വരട്ടെ, ചർച്ചിൽ വരട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം അവർക്ക് ചർച്ച ഉണ്ട്, അവരെന്തിനാ വരുന്നത്? അപ്പൊ എന്നാൽ ഞാൻ പറഞ്ഞു, വിളിച്ചു കഴിഞ്ഞാൽ പോരെ. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശുശ്രൂഷയെന്നല്ല, വിളിച്ചു കഴിഞ്ഞപ്പോൾ. അല്ലാതെ കോൺഫറൻസൊക്കെ വിളിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ആളെ പിടിക്കാനായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു സഭയിൽ നിന്ന് വേറെ സഭയിലിട്ട്. കാരണം വെച്ചാൽ ഇന്ന് അനേകം ചർച്ചുകളിൽ അവർ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ എല്ലാം ആയെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ല പറയുന്നത്. ഒരാൾ 2 ആളുള്ളതിൽ തന്നെയും ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാണ് കർത്താവ് നോക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തിയെ കർത്താവ് നോക്കുന്നത്. ട്രൂ വർഷിപ്പേഴ്സിനെ കർത്താവ് നോക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെല്ലാം ഒരുമനപ്പെട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതാണ് അപ്പോസ്തലന്മാർ 2-ാം അധ്യായത്തിൽ ഒരുമനപ്പെട്ട് ഒത്തൊരുമയോടുകൂടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പാർഷ്വാലിറ്റി പേരില്ലാതെ 520 പേരിലേക്കും ഒരേപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വീണ്ടും ഒരു ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. വീണ്ടും ഒരു പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 4:29 റെഫറൻസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ പറയുന്നത് എഫെസ്യർ ലേഖനം 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. തുടർന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി നാളായി മുദ്രയിട്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കള്ളം പറഞ്ഞ് ദുഃഖിപ്പിക്കരുത്. വ്യാജ വർത്താനങ്ങൾ പറഞ്ഞ് നമ്മൾ ദുഃഖിപ്പിക്കരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ പറയരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ പറയുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവർക്കെതിരായിട്ട് അങ്ങനെ സംസാരിക്കാനായിട്ട് പോരും. അവർ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ ഒന്നും പറയാനായിട്ട് പോകരുത്. കാരണം പ്രാർത്ഥിക്കുന്നവർ ദൈവമായിട്ടല്ല സംസാരിക്കുന്നത്, നമ്മളവരെ വിധിക്കാനായിട്ട് എന്തായാലും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ എന്നെ ജീവിക്കുന്ന, ഒരുപക്ഷെ നാളെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരും കുറെ പേര് കാണത്തില്ല. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കർത്താവ് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, ദീർഘായുസ്സുകൊണ്ട് സംതൃപ്തി വരുത്തും. പക്ഷേ നമ്മുടെ ജീവിതം എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്ക്
നമുക്ക് പ്രശംസിക്കാനായിട്ടൊന്നുമില്ല പ്രിയമുള്ളവർ. ഇത് പറയുന്നത് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 5:7 വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്ത് വന്നു. പ്രൈസ് ലോർഡ്. പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വെറ്റത് പറക എന്ന് പറഞ്ഞു. അതേ, ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതാ. കള്ളത്തരം പറയാൻ കുടുംബത്തിലെ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുമ്പോൾ ഉറച്ചു. അവരെ കുഴി കൊണ്ട് വെക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. ഇതാണ് ഇന്ന് അനേകം ആൾക്കാർ സഭകളൊക്കെ മരിച്ചു പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് സഭ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡെത്തിന്റെ സ്പിരിച്വൽ ഡെത്തേക്ക് വരാൻ കാര്യം വെച്ചാൽ അവർ കള്ളത്തരം തട്ടിപ്പും കാണിക്കും. മറ്റുള്ള ചർച്ചയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചോണ്ട് വരും. ഈ പാസ്റ്റ് അങ്ങനെയാന്നൊക്കെ വിളിച്ച് പറയും. പ്രൈസിലോട് ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാരെ ദുഃഖിക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാരെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ക്ഷമിക്കത്തില്ല പ്രിയമുള്ളവർ. അതാണ് അവിടെ പിശാചിന് അവസരം കിട്ടിയാണ്. പിന്നെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രൈസിലോട് ഹല്ലേലൂയ ഈ ഒരു ബോണ്ടേജ് അവിടെ കിടക്കുകയാണ്. പ്രൈസിലോട് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ കാലത്ത് ദൈവം പരിഗണിക്കത്തില്ല. ഒരാൾക്കെതിരെ നമ്മൾ കുറ്റം പറയാനോ അപവാദം പറയാനോ അവരെ ജീവിതം തകർക്കാനോ ഒന്നിനും പോകരുത്. നമ്മൾ ലീവ് ടു ഗോഡ്. പ്രൈസിലോട് ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്യേണ്ടുന്ന അവസരത്തിലൊക്കെ പ്രൈസിലോട് ഹല്ലേലൂയ നേരത്തെയൊക്കെ ഡ്രൈവ് ചെയ്ത് നിർത്തി ഞാനൊക്കെ രക്ഷപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് ജോലിക്ക് പോയിരുന്ന അവസരത്തിൽ പ്രൈസിലോട് അപ്പം നമുക്കറിയാം ചില ജോലിയിലുള്ള സ്ഥലം ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്യും. പ്രൈസിലോട്. ഞാൻ അവരോടൊന്നും പറയാൻ പോയിട്ടില്ല. ദൈവമേ, ഞാൻ പറയും കർത്താവേ ഇവരെന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, കർത്താവേ അതങ്ങ് കാണണം, കർത്താവേ അത് കാണണമെന്ന് ഞാൻ പറഞ്ഞു. അത് എത്ര ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. പിന്നീട് ഞാൻ കേൾക്കുന്നത് അന്ന് തന്നെ അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായി. പ്രൈസിലോട് ഹല്ലേലൂയ. അദ്ദേഹത്തിന് കാർ ആക്സിഡന്റ് ആയി. പ്രൈസിലോട് ഹല്ലേലൂയ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് ദേഷ്യപ്പെടാൻ പോയി കഴിഞ്ഞാൽ കർത്താവിനെ ഇടപെടാൻ പറ്റത്തില്ല. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കണം. പ്രൈസിലോട് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആദ്യം എനിക്കതൊന്നും ഇല്ലായിരുന്നു. വളരെ നാൾ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് തന്നെ പ്രൈസിലോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടും, ഞാനും ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു. പ്രൈസിലോട്. വളരെ നാൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കർത്താവിന്റെ കൃപയാല കിട്ടിയത്. ഞാൻ ഇങ്ങോട്ട് ദേഷ്യപ്പെടാൻ ഞാൻ ദേഷ്യപ്പെടാനെന്ന് പോകുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് നമുക്കെതിരെ പൊരുതും. പ്രൈസിലോട്. നമ്മളെ മിണ്ടാതിരുന്ന് ദൈവമെന്ന് നമ്മൾ അറിയണം. കർത്താവ് തന്നെ കാണിച്ചു തരും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാണ് നമ്മുടെ ദൈവം. ഈ സാഹചര്യത്തിൽ മൊത്തം നമുക്കറിയാം ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്ത ദൈവം. പ്രൈസിലോട്. അത് അബ്രാഹത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. പ്രൈസിലോട്. സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോൾ പ്രൈസിലോട് സോളമൻ രാജാവിനോട് യുദ്ധം ചെയ്ത് അനുകൂലമായി കൊടുത്തു. പ്രൈസിലോട്. തുടർമനായിട്ട് നമുക്കറിയാം ദാവീദിന്റെ വീണ് കൂടാരത്തെല്ലാം വൺവണ്ണായിട്ട് കർത്താവ് പടുന്നു. പ്രൈസിലോട് ഹല്ലേലൂയ. രാജക്കന്മാരെ കർത്താവ് വാഴിച്ചു. പ്രൈസിലോട്. എത്ര യുദ്ധങ്ങളൊക്കെ അനുകൂലമായിട്ട് കർത്താവ് ഇസ്രായേൽ കൊടുത്തു. പിന്നെ യൂദ രാജാവിനും അതേപോലെ യഹൂദ രാജാവിനും അതേപോലെ ഇസ്രായേൽ രാജാവിനും എല്ലാം കർത്താവ് കൊടുത്തു. പ്രൈസിലോട് ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് നമ്മളെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി കർത്താവ് പോരാടും. നമ്മൾ മറ്റുള്ളവർക്ക് ഇതൊന്നും പറയാനായിട്ട് പോരുത്. ഇത് പറഞ്ഞ് ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറയുക എന്ന് അവൾ പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് എന്ന് തന്നെ അവൾ പറഞ്ഞു. വീണ്ടും നുണ പറയുന്നു. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്താ? പ്രൈസിലോട്. എന്നോടല്ല നിങ്ങൾ വ്യാജം പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഇതാ നിന്നെ ഭർത്താവിനെ കുഴിച്ചിട്ടൊരു കാൽ വാതിക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പ്രൈസിലോട്. എന്നോടല്ല വ്യാജം പറഞ്ഞിരിക്കുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവിനോടാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സഭയിൽ നിന്ന് കർത്താവിന് വേല ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ പറയുമ്പോൾ നമ്മൾ മോശമായിട്ട് സംസാരിക്കുമ്പോൾ കടത്തരം പറഞ്ഞ് കർത്താവിന് പള്ളി പോകാതിരിക്കുമ്പോൾ ദശാംശങ്ങൾ വേണ്ട പോലെ കൊടുക്കുക, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാതിരിക്കുമ്പോൾ അത് ദൈവത്തോടെ വ്യാജം കാണിക്കുന്നു നമ്മൾ. പ്രൈസിലോട് ഹല്ലേലൂയ. അപ്പം നമ്മളത് മനുഷ്യരോടല്ല ചെയ്യുന്നത്, ദൈവത്തോടെ കാണിക്കുന്നത്. നമ്മൾ ദൈവത്തോട് കാണിക്കുമ്പോൾ ദൈവം അത് കണക്കിടും. പ്രിയമുള്ളവരെ, പ്രൈസിലോട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണു, പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്ത് കൊണ്ടുപോയി ഭർത്താവിന്റെ അഴികെ അരിയെ കുഴിച്ചിട്ടു. പ്രൈസിലോട് ഹല്ലേലൂയ. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രൈസിലോട് ഹല്ലേലൂയ, അത് കർത്താവിന്റെ ശക്തി കോപം അവരിലേക്ക് വന്നു. അപ്പോൾ ബൈ ചാൻസ് അവർ പറയുമായിരുന്നു, ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ മതിയായിരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിലോട് ഹല്ലേലൂയ, ഉള്ള സത്യവാസ്തു തെറ്റുപറ്റിയെന്ന് അവർ പറഞ്ഞാൽ മതിയായിരുന്നു. പ്രൈസിലോട്. അവർ തെറ്റുപറ്റിയെന്ന് പറയാതെ, പ്രൈസിലോട് ഹല്ലേലൂയ, തെറ്റുപറ്റിയെന്ന് പറയാതെ വീണ്ടും അവര് ആ കള്ളത്തരം കാണിക്കാൻ വേണ്ടി, കള്ളത്തരം മറച്ചു വെക്കാൻ. ഇതാണ് കർത്താവിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന തെറ്റാന്ന് കർത്താവ് തെറ്റിപ്പോയി, എൻ്റെ അറിവില്ലായ്മയോട് ചെയ്തതെന്നും പറയണം, സമ്മതിക്കണം, വാർത്തകൊണ്ട് തുറന്ന് പറയണം.
എനിക്ക് തെറ്റ് പോയി എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പൻറ്റ് ചെയ്യണം. അതാണ് കർത്താവിന് വേണ്ടത്. റിപ്പൻറ്റിങ് ഹാർട്ടാണ് വേണ്ടത്. അത് പ്രൈസ്. അതാണ് പത്രോസിനുണ്ടായിരുന്നു. പത്രോസ് കർത്താവിന് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ആ റിപ്പൻറ്റിങ് ഹാർട്ടോട് കൂടി പ്രൈസ് നമുക്ക് അനുദപിക്കുന്ന ഹൃദയത്തോടുകൂടി പത്രോസ് ദൈവസന്നിധിയിൽ കരഞ്ഞു. അങ്ങനെ ആ കരഞ്ഞ പത്രോസ് നമുക്കൊരു കർത്താവ് നമുക്ക് കരഞ്ഞ പത്രോസ് നമുക്കൊരു മാതൃകയാണ് പ്രിയമുള്ളവർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരു റിപ്പൻറ്റിങ് ഹാർട്ട് കർത്താവിന് വേണ്ട. നമ്മളെ മുറച്ചു നോക്കുമല്ല. ആ ഒഴിവൊരു കാര്യം പത്രോസ് മുതലേ വരിക അവരങ്ങനെ എങ്ങനെ പറഞ്ഞാണ് ഞാൻ അങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല. അത് ഹി ഡിഡ് ദ സിൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതെൻ്റെ കയ്യിലെ തെറ്റാണ് അങ്ങനെ പറയണം നമ്മൾ. അങ്ങനെ പറഞ്ഞ് ദൈവസേനയിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കണം പറയുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വീണ്ടും വരും. അപ്പോൾ ഈ അനനീയാസും സഫീറയും കള്ളത്തരം കാണിച്ചിട്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു. അതാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വീണ്ടും കോപം വരാനുള്ള കാര്യമുണ്ടായത്. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോപന്ന മണ്ഡലത്തിൽ കൂടിയ വീരപതിവാർ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. അപ്പോസ്തലന്മാർക്കെതിരെ കൈ ഉയർത്തിയാൽ ദൈവത്തിനെതിരെ കൈ ഉയർത്തുന്നത്. ദൈവം അവരെ ശിക്ഷിക്കാതെ വിടത്തില്ല. ആ ശിക്ഷ എല്ലാവരും കണ്ടു. നമുക്കറിയാം ആ സഭയിലുള്ള എല്ലാവരും കാണുകയുണ്ടായി. ഹല്ലേലൂയ. പുരോഹിതന്മാർക്കാണെങ്കിലും അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജനത്തെ ഭയപ്പെട്ടു. കാരണം വചനം പറയുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു. 2 അധ്യായത്തിൽ 3000 പേര് കർത്താവിനെ അറിഞ്ഞുവെങ്കിൽ ആ 4 അധ്യായത്തിൽ വരുമ്പോൾ 2000 കൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് 2 അല്ല, 2000 കൂടി 5000 കവിഞ്ഞു. 5000 പുരുഷന്മാര്, സ്ത്രീകളും പിള്ളേരും അടക്കം ഇനിയും കിടക്കുകയാണ് പ്രിയമുള്ളവർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം അത് ശക്തമായിട്ടാണ് ചെല്ലുന്നത്. കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ് മറ്റുള്ളവർക്ക് ചെല്ലുന്നത്. കർത്താവിന്റെ വചനം കേൾക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വരെ ടച്ച് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആ കേൾക്കുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോയി ടച്ച് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടയാളങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് റിവീൽ ചെയ്ത് തരുന്നത്. മറ്റുള്ളവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവീൽ ചെയ്ത് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്നേരം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി, അപ്പോസ്തലന്മാർ എന്ന് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ 5 അധ്യായം 12 വാക്യം പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം 12 വാക്യം പറയുന്നത് Acts chapter 5 verses 12. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. 2 കൊറിന്ത്യൻസ് റെഫറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊറിന്ത്യൻസ് chapter 12 verses 12. അതാണ് 2 കൊരിന്ത്യർ 12 അധ്യായം 12 വാക്യം പറയുന്നത്. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുന്നുവല്ലോ. ഇതിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പൊ അപ്പോസ്തലന്മാരുടെ സൈൻ എന്നതാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ അടയാളം എന്താണ്? അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിക്കും. അത്ഭുതങ്ങൾ നടക്കും. വീര്യപ്രവർത്തികൾ നടക്കും. രോഗശാന്തികൾ നടക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഞാൻ കർത്താവിന്റെ വചനം 2017 പ്രസംഗിക്കാൻ തുടങ്ങിയത്. അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. കുറേ പേര് സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ സ്നാനപ്പെടുത്തിയ സമയത്ത് ഒരാൾ മരണാവസ്ഥയ്ക്ക് കിടക്കുകയായിരുന്നു. സ്നാനപ്പെടുത്തി ഹോംലെസ് ആയ ആൾക്കാർക്കെല്ലാം ഹോം കർത്താവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് നമുക്കറിയാം കർത്താവിന്റെ വചനമായ ഞാൻ അപ്പം അതിലുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ പേര് ക്രിസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ട്രിക്കാർഡിറ്റ് എടുക്കുമായിരുന്നു. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പോഴ്സ് മുതൽ മോർഫിൻ സ്റ്റാർട്ട് ചെയ്ത്, എൻഡ് ഓഫ് ലൈഫ് മോർഫിൻ സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർമാർ മരിക്കുമെന്ന് പറഞ്ഞു. വീട്ടുകാർ മരിക്കുമെന്ന് വിധി എഴുതി. മെയിലും മൊത്തം നീര് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്നോട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു. ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളാണ് എൻ്റെ കയ്യിലുള്ളൂ, വേറെ ബൈബിളൊന്നുമില്ല. അദ്ദേഹത്തിന് ബൈബിൾ ഇല്ലാതെ ആ സമയത്ത്. അപ്പം ഞാൻ അവിടെ ചെന്നു, കർത്താവിന്റെ വചനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്രിസ്, യു ആർ നോട്ട് ഗോയിങ് ടു ഡൈ. ക്രിസ്, നിങ്ങൾ മരിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ജീവനോടിരുന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന വാഗോട്ട് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വാഗോട്ട് ഞാൻ പറയിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പാവത്തെക്കുറിച്ച് ഞാൻ റിപ്പന്റ് ചെയ്യിപ്പിച്ചു. ദൈവസന്നിധി വീണ്ടും ഏറ്റു പറഞ്ഞു, നിരപ്പ് പ്രാപിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണ്ണയൊഴിച്ചു. പ്രൈസ് രോഗികളായി കിടക്കുന്ന ബൈബിൾ പറയുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എണ്ണയൊഴിച്ച് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അപ്പോൾ കർത്താവ് സൗഖ്യം തരും. ഞാൻ എണ്ണയൊഴിച്ച് അദ്ദേഹത്തിന് നെറ്റിയെ പിറത്തി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സ്പിരിറ്റ് ഓഫ് ഡെത്തിനെ, സ്പിരിറ്റ് ഓഫ് സിക്നസ് ഞാൻ റിബ്യൂക്ക് ചെയ്തവരുന്ന് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. What happened after a few days, after 1 month, that one, he was in the point of the death. Praise the Lord. Everybody, all the doctors, they were saying he will get died. But Bible is saying, but the miracle happened. He could able to come out
ഫ്രം ദ ഹോസ്പിറ്റൽ. നൗ ഹീ സ്റ്റിൽ അലൈവ്. അതാണ് നമുക്ക് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം പറയാം. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൈയുടെ നീരുകൾ ഓരോന്നായിട്ട് താഴാനായിട്ട് തുടങ്ങി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മോർഫിനെ ഡിസ്കണക്ട് ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റിരിക്കാൻ തുടങ്ങി. നോർമലായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. അദ്ദേഹം സ്വന്തമായിട്ട് വീട്ടിൽ എൻജോയ് ചെയ്ത് താമസിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്വലന്മാരുടെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ട് വന്നുവല്ലോ. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി, അപ്പോസ്തലന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത് അപ്പോസ്തലന്മാരുടെ ലക്ഷണമാണത്. അപ്പം ഐ ആം ആൻ അപ്പോസ്റ്റൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്റ്റലനാണ്. എവിടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. പിന്നെന്ന് കഴിഞ്ഞാൽ ഈസ്റ്റ് ബോർഡൻ സ്ഥലത്ത് ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനുള്ളതൊന്നും വലിയൊരു അമ്മച്ചി മരിക്കാറായി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനുമായിട്ട് സ്റ്റേറ്റിൽ വെച്ച് ഞാൻ ഒരുമിച്ച് കർത്താവിനെ വചനം പ്രസംഗിച്ചു. പ്രാർത്ഥിക്കാൻ ചെല്ലാന്ന് പറയും. എനിക്ക് അവിടെ പോകാനായിട്ട് പറ്റിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് മെസ്സേജ് അയച്ചു. അപ്പം മെസ്സേജ് അയച്ചു പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അവർ കട്ടിൽ ഏറ്റടങ്ങി ബോഡി മൊത്തം ചേഞ്ച് ആകാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവരോട് ആ മകൻ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയോട് ചോദിച്ചു, മദറിനോട് ചോദിച്ചു, മരിക്കണോ സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചു. അല്ല, ജീവിച്ചിരിക്കണോ അതുകൊണ്ട് മരിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ ആ സഹോദരി പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ച് സ്വർഗത്തിൽ പോകണം. അപ്പോൾ ആ ശരീരം വീണ്ടും വീക്ക്നെസ് ആയി. പ്രൈസ് ലോർഡ്. അവർ മരിക്കുകയുണ്ടായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർ തന്നെ ഡിക്ലെയർ ചെയ്തു, അത് പ്രസ്താവിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഞാനെന്നല്ല, അപ്പൊ എന്നിലൂടെ കർത്താവ് കർത്താവ് എനിക്ക് പ്രേരണ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ടച്ച് ചെയ്യുന്നു. ഇന്നും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ലക്ഷണം പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നതാണ് അപ്പോസ്തലന്മാരുടെ ലക്ഷണം. കുർബാനായിട്ട് ഇന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ നമ്മൾ ആഹ്ലാദിച്ച് ആനന്ദിക്കും. കാരണം ഇത്രമാത്രം ദൈവത്തിന്റെ കയ്യാൻ നടന്നു. പൗലോസിന് വെടിവെട്ടാൻ പോയിട്ടുള്ളൂ. പൗലോസ് വരുന്നേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ കേൾക്കണം. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും നമുക്കറിയാം ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ മലയാളം ഉണ്ടായിരിക്കും അപ്പോസ്തല പ്രവൃത്തി ബൈബിൾ സ്റ്റഡി. ആൻഡ് വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ വിൽ ബി ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ഓൾസോ ഫ്രൈഡേ വിൽ ബി ഇൻ ഹീലിംഗ് ആൻഡ് ഡെലിവറി സർവീസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ലക്ഷണം ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കും. എനിക്ക് സന്തോഷം. നമ്മളൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്ത് കർത്താവ് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് അത്ഭുതം. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കർത്താവ് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്. അപ്പൊ ദൈവമായിട്ടുള്ള നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത് കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മളോട് നിന്ന് ഇറങ്ങി വന്ന് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അവരൊക്കെ ഇന്ന് ഞാൻ താമസിക്കുന്ന പേഴ്സണൽ സിറ്റിയിലൊക്കെ എല്ലാവർക്കും എന്നെ അറിയാം. പാസ്റ്റർ എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹോംലെസ് ആയ ആൾക്കാർ, ഭിക്ഷ അയക്കുന്ന ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് ഓടി വരും. അവർക്കെല്ലാം പറ്റുന്നുള്ള ചായ വാങ്ങിക്കൊടുക്കും, വർത്താനം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരായിട്ടും ചായ കൊടുക്കുന്നവരിപ്പം വേണ്ട, ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചെന്നൊക്കെ അവർ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പം പറഞ്ഞാൽ അവർക്ക് വളരെ സ്നേഹമാണ് എന്നോട്. പിന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ മുസ്ലിമായിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ എന്നെ അറിയാം. അവർ പറഞ്ഞു യു ആർ വെരി ഫേമസ്. ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു. ഞാൻ പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവ് തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ മുസ്ലിമുള്ള ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് ഒരാളെ അവർക്ക് അത്ഭുതം ചെയ്ത് സൗഖ്യം കൊടുത്ത് ദൈവത്തിലേക്ക് വരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരുടെ ലക്ഷണം പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളും വീരപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അതാണ് അപ്പോസ്തല പ്രവൃത്തി. നമ്മൾ തുടർന്നായിട്ട് ഇനി വന്ന ഇതും കൊണ്ട് നിർത്തുവാണേ. കാരണം വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി നമ്മളിന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി ചാപ്റ്റർ 11 അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചതെന്ന് വെച്ചാൽ ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 5 ചാപ്റ്റർ 5 11 5 അധ്യായം 12 വാക്യം വരെ നമ്മൾ വായിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 11 വാക്യം തൊട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യും മലയാളത്തിൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വ്യാഴാഴ്ച കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി ഈ വചനം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാരെല്ലാം ആത്മാവ് നിങ്ങൾ ജ്വലിക്കും. വീണ്ടും ഈ ദൈവത്തെ പ്രസംഗിക്കും എന്ന് പറയും. ഈ ദൈവത്തെ നമുക്ക് പ്രഘോഷിക്കണം നിങ്ങൾ പറയും. പ്രൈസ് ലോർഡ്. ഈ ഗോസ്പൽ വളരെ സിമ്പിളാണ് പറയുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ എല്ലാം ഫ്രീ ആണ്. നിങ്ങൾ ഒരു ചാപ്റ്റർ ബൈബിൾ ചുമ്മാ എടുത്തു. എൻ്റെയൊക്കെ ആദ്യ ഘട്ടങ്ങളെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ എനിക്ക് തന്നെ എന്നാന്ന് എനിക്കറിയില്ല. ഭയങ്കര ആഗ്രഹം കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട്. വലിയ ബൈബിൾ കോളേജിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഞാനപ്പം എന്താ വെച്ചാൽ അപ്പൊ ഒരു ബൈബിൾ അധ്യായം തുറക്കും, ഇങ്ങനെ വായിക്കും. അപ്പം ഓൺലൈനിൽ വായിച്ച് ചെയ്യുന്ന ആൾ കമന്റ് ചെയ്യും, കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു ശരി തന്നെയാണ്, ഇമ്പ്രൂവ് ചെയ്യും, ഇങ്ങനെ ഇമ്പ്രൂവ് ആകുന്നു. അറിയത്തിലോടെ അല്ലേ. ഉണ്ടായിരിക്കുവാണെങ്കിൽ ഉണ്ടായിരിക്കുന്നതൊക്കെ അത് 2 വാക്ക് സംസാരിക്കുന്നത്. അപ്പം
അത് അങ്ങനെ ആ വ്യക്തിനെ ഇന്ന് കർത്താവ് ഇത്ര മാത്രം എന്നെ അനുഗ്രഹിച്ചതിനൊരു നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒന്നുമില്ലാതെ സീറോ എന്ന് തുടങ്ങും. മറ്റുള്ളവരെ നോക്കരുത്. ലോകത്തിലെ ആൾക്കാരെല്ലാം കളിയാക്കും. ഒറ്റ എണ്ണത്തിനെ നോക്കാൻ പോകരുത്. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോയെന്ന ആൾക്കാരെ നമ്മൾ മൈൻറ്റെയിൻ ചെയ്യാൻ പോകരുത്. പ്രൈസിലോട് ഹല്ലേലൂയ. ഈ ഒരാഴ്ച കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. ജീവിച്ചിരിക്കുന്നവർ മാത്രമേ കർത്താവിന് പ്രസംഗിക്കാൻ കർത്താവ് അതോ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പ്രസംഗിക്കാൻ കർത്താവ് അനുമതി തന്നിട്ടുള്ളൂ. ഭൂതഗണങ്ങൾക്കോ മരിച്ചുപോയ ആൾക്കാർക്കോ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ അധികാരമില്ല പറയുമ്പോൾ പ്രൈസിലോട് ഹല്ലേലൂയ. സ്വർഗത്തിലെ ഭൂതഗണങ്ങൾ നമുക്ക് വഴിയൊരുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കർത്താവിന്റെ രക്ഷ പ്രസംഗിക്കാൻ അധികാരമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശദീകരിക്കപ്പെട്ട ദൈവജനമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പാഴാക്കി കളയരുത്. രണ്ടുപേരോട് സുവിശേഷം പറയണം, ഒരാളോട് സുവിശേഷം പറയണം, വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കണം, ഇൻസ്റ്റഗ്രാമിൽ അയക്കണം. ദൈവത്തിന്റെ സത്യ സുവിശേഷം പറ്റുന്ന പോലെ നമ്മൾ ഷെയർ ചെയ്യാം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു തോമസ് മാത്യു, തങ്കച്ചൻ, ജെയ്സ് സാമുവൽ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. മോളി ബെക്സി, പ്രൈസ് ലോർഡ്, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടായിരുന്നു. അവളെ വായിച്ചത് എല്ലാവരും അത് കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അല്ലെങ്കിൽ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവെയും പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ കർത്താവ് ഈ വചനം കേട്ടതിനോർത്ത് കർത്താവ് നന്ദി. അപ്പോസ്തല പ്രവൃത്തി തുടർമാനമായിട്ട് കർത്താവെ അങ്ങ് സംസാരിക്കാനുള്ള കൃപ തരുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ചെല്ലുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം കേൾക്കുക എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞു. എല്ലാ ഈവിൾ സ്പിരിറ്റ് അറ്റാക്ക് യേശുവിന്റെ തിരത്തൊഴിച്ച് പ്രാർത്ഥിക്കുന്നു. ഷന്തല്ലക്കന്ന ഷന്തത്ത ബലത്തി തപ്പന്ന ഹീരമല്ലക്കന്ന അരത ഷന്തല്ലക്കന്ന അരതി ഇതകൻ. കർത്താവ് വിച്ചിക്രാഫ്റ്റ് സ്പിരിറ്റുകൾ, ബ്ലാക്ക് മാജിക്കിന്റെ സ്പിരിറ്റുകൾ, മൈൻഡ് ബ്ലൈൻഡ് സ്പിരിറ്റുകൾ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് യേശുവിന്റെ തിരത്തൊഴിക്കുന്നു. മത്തായി 18 വേണ്ട അദ്ദേഹം മാറ്റി വേണ്ടത് ഞാൻ ഭൂമി കിടന്ന് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിലടിക്കും സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കും. യേശുവിന്റെ തിരത്തൊഴിച്ച് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്താൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുകളെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിന് പ്രസംഗിക്കുന്ന എതിരായിട്ട് തടസ്സം നിൽക്കുന്ന ദേശശക്തി യേശുവിന്റെ തിരത്തൊഴിച്ച് ബന്ധിക്കുന്ന ഞാൻ യേശുവിന്റെ തിരത്തൊഴിച്ച് ചേഞ്ച് ചെയ്യുന്നു. യേശുവിന്റെ തിരത്തൊഴിച്ച പവറിയും ബ്രേക്ക് ചെയ്ത് ഭാഗത്ത് വരെ കിടന്നു. നെയിം ഓഫ് ജീസസ്. ഷന്തം തമ്പലത്തി തക്കന ഈ ലപ്പലക്കന രതി ഈ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് മാത്യു, ക്ലെയർ, ഡാനി, ജോൺ ആൻഡ് സുരേഷ്, Pastor Rajamani, John Killian, Jane Samuel, Minnie Reggie, and Betsy and Thomas. Praise the Lord. Hallelujah. ഫോണിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തെ കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.